സെമിനാരിയിൽ ചേരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ അതിനെ അനുദിനം പ്രോത്സാഹിപ്പിച്ച് സന്തോഷത്തോടെ എന്നെ സെമിനാരിൽ അയച്ച് എനിക്ക് വേണ്ടി എന്നും മുടങ്ങാതെ പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റ് ത്യാഗങ്ങൾ സഹിച്ച് സഹനങ്ങളെയും പീഡനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കാഴ്ചവെച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ച എന്റെ മാതാപിതാക്കളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പള്ളിയിൽ പോയിട്ടും നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും അവസാനിക്കുന്നില്ലല്ലോ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോഴും ആ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിങ്ങളെ മൂടുകയും വലിഞ്ഞു മുറുക്കുകയും ചെയ്തപ്പോഴും പപ്പയും അമ്മയും കുടുംബത്തിൽ നിന്ന് ഏറ്റവും നിസ്സാരരായി നിങ്ങൾ മാറിയപ്പോഴും അതിന്റെ പിന്നിൽ ഇങ്ങനൊരു ഉത്തരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ പേരന്റ്സ് മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കഷ്ടപ്പാടിലും ദുരിതത്തിലും കൊണ്ടുപോകാത്ത ഒരു കുടുംബവും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ കഷ്ടപ്പാടിലൂടെ തന്നെയാണ് ദൈവം എന്നെ പൗരോഹിത്യത്തിലേക്ക് ഒരുക്കിയതും അനുഗ്രഹത്തിന്റെ പെരുമഴ ഈ ദിവസങ്ങളിൽ എന്റെ കുടുംബത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നതും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ടു വളർന്ന മക്കളാണ് ഞങ്ങൾ. എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ കയ്യിൽ ജപമാലയുമായി കിടക്കുന്ന അമ്മയെ കണ്ടു വളർന്ന മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് പള്ളിക്കും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എപ്പോഴും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ചേച്ചി ഏറ്റവും കൂടുതൽ ഞങ്ങൾ 4 മക്കളിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും ക്ഷീണിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നെനിക്ക് വ്യക്തമായി അറിയാം. ചെറുപ്പത്തിൽ മുതലേ ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എന്നെ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി. ഇവിടെ കാണുന്ന എല്ലാ ക്രമീകരണങ്ങളുടെ പിന്നിൽ ചേച്ചിയുടെ അധ്വാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റു നാട്ടിൽ പോയി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അധ്വാനിച്ചും പട്ടിണി കിടന്നും ചേച്ചി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളുമാണ് എന്റെ കുടുംബത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആകെയും ഭാവിയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അനുജിത്തിമാരാണെങ്കിലും അവരെനിക്ക് പലപ്പോഴും എനിക്ക് തിരുത്തലുകൾ തരാറുണ്ട്, എന്നെ സ്നേഹിക്കാറുണ്ട്, എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്, എന്നെ ദ്രോഹിക്കാറുണ്ട്. സ്നേഹത്തോടെ ചേട്ടായി എന്ന് വിളിച്ചുകൊണ്ട് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ പെങ്ങന്മാരായ ആകിയെയും വാവയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരും നന്നായി വരട്ടെ, നിങ്ങളെന്നും നല്ല സുന്ദരിമാരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കൂടുന്ന ചുരുങ്ങിയ നാളുകൾ എപ്പോഴും ഞങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ അതെന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനം. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു.